രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ മുൻ മന്ത്രി കമൽനാഥ് പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുതിർന്ന നേതാക്കളുടെയും സാന്നിധ്യത്തിൽ പ്രണബ് മുഖർജി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റുക എന്നതാണ് പ്രഥമ പരിഗണനയെന്ന് പാർലമെന്റിലെത്തിയ പ്രധാനമന്ത്രി പറഞ്ഞു. मैं देशवासियों को विश्वास दिलाता हूं कि लोकतंत्र के इस मंदिर में भारत के सामान्य मानव की आशा आकांक्षाओं की पूर्ति के लिए भरपूर प्रयास किया जाएगा. मेरी देशवासियों को बहुत बहुत शुभकामनाएं हैं. 11 മണിക്ക് തന്നെ 16ാം ലോക്സഭയുടെ സമ്മേളനം ആരംഭിച്ചു. ലോക്സഭാ സെക്രട്ടറി ജനറൽ പി ശ്രീധരൻ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച വിജ്ഞാപനവും സഭാംഗങ്ങളുടെ പേരുവിവരങ്ങളും സഭയുടെ മേശപ്പുറത്ത് വച്ചു. തുടർന്ന് പ്രോട്ടം സ്പീക്കർ മന്ത്രി ഗോപിനാഥ് മുണ്ടയുടെ മരണത്തിൽ അനുശോചിക്കുന്ന പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് മൗനപ്രാർത്ഥനയ്ക്ക് ശേഷം സഭാ നടപടികൾ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെയും മറ്റന്നാളുമായി ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയാകും. ഇതിനുശേഷം പുതിയ ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കും. തിങ്കളാഴ്ച രാജ്യസഭാംഗങ്ങളും പാർലമെന്റിലെത്തും. സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി പുതിയ സർക്കാരിനെ നയപ്രഖ്യാപനം നടത്തും. തുടർന്ന് രാഷ്ട്രപതിക്കുള്ള നന്ദിപ്രമേയ ചർച്ച പൂർത്തിയാക്കി ബുധനാഴ്ച സഭാസമ്മേളനം അവസാനിക്കും. സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം തന്നെ ലോക്സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പോലും നടക്കാതെ കേന്ദ്രമന്ത്രിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പിരിയേണ്ടി വരിക എന്ന അപൂർവതയ്ക്ക് കൂടി സാക്ഷിയായി 16ാം ലോക്സഭയുടെ ആദ്യ ദിനം. പാർലമെന്റ് മുന്നിൽ നിന്നും ഡി ശ്രീജിത്ത്, മീഡിയ 1.